ഹലോ ഗായ്സ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഇന്ന് മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ആയത്. ഓപ്പൺ ആയ ശേഷം ഇന്നത്തെ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിനനുസരിച്ച് തന്നെ മാർക്കറ്റ് നല്ലൊരു ഡൗൺ ട്രെൻഡിലേക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ എക്സിറ്റ് പോൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് 800 പോയിന്റോളം ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു ബൈയിങ് സൈഡാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ആയത്. മാർക്കറ്റിൽ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തത് നിലവിലുള്ള ഗവൺമെൻറ് നല്ലൊരു മെജോറിറ്റിയോടെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് കഴിഞ്ഞ ദിവസം എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഭൂരിപക്ഷം ആളുകളും എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ട് എല്ലാ എക്സിറ്റ് പോളുകളെയും ഇൻവാലിഡ് ചെയ്തുകൊണ്ട് ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു നല്ലൊരു മുന്നേറ്റം ഇന്നത്തെ മാർക്കറ്റിൽ ഇന്നത്തെ ഇലക്ഷനിൽ നമുക്ക് കാണാൻ പറ്റി. അതായത് നിലവിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷം പോലും ഗവൺമെൻറ്റിന് ലഭിച്ചിട്ടില്ല. ഇനി ഭരിക്കുന്നെങ്കിൽ തന്നെ പല പാർട്ടികളുടെയും സപ്പോർട്ടോടു കൂടിയാണ് അവർ വീണ്ടും അധികാരത്തിൽ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു അൺസർട്ടിനിറ്റി നമുക്ക് ഇന്ന് കാണാൻ പറ്റി. കാരണം മാർക്കറ്റിന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. ആര് ഭരിക്കുന്നു എന്നതിനേക്കാളും പ്രധാനം ഒരു സ്റ്റേബിൾ ഗവൺമെൻറ്റാണ് മാർക്കറ്റിന് ഏറ്റവും ആഗ്രഹിക്കുന്നത്. സോ അങ്ങനെ ഇല്ലാത്ത ഒരു ഗവൺമെൻറ് വരുമ്പോഴാണ് മാർക്കറ്റിൽ വളരെയധികം പാനിക് സെല്ലിംഗ് ഉണ്ടാവുന്നത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കുറച്ച് ദിവസം ഈ ഗവൺമെൻറ് ഒരു സ്റ്റേബിളായിട്ട് വരുന്നത് വരെയെങ്കിലും, ഇനി ഏതൊക്കെ പാർട്ടികൾ തമ്മിലായിട്ടാണ് ബന്ധങ്ങൾ ഉണ്ടാക്കുക, എങ്ങനെയാണ് ഭരിക്കുക, ആരൊക്കെയാണ് പ്രധാനമന്ത്രി, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഗവൺമെൻറ്റിൽ സംഭവിക്കുക എന്നതിനനുസരിച്ചായിട്ടും മാർക്കറ്റിൻ്റെ റിയാക്ഷൻ ഉണ്ടാവുക. സോ നമ്മൾ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു കാര്യം എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം വളരെ ഈസി മാർക്കറ്റായിരുന്നു. നിങ്ങൾക്ക് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്താൽ എവിടുന്ന് വാങ്ങിയാലും നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയൊരു മാർക്കറ്റായിരുന്നു ഇന്നത്തേത്. പക്ഷേ പലപ്പോഴും ഒരു ബിഗിനർക്കൊക്കെ ഇങ്ങനെയുള്ള മാർക്കറ്റ് കാണുമ്പോൾ വല്ലാത്തൊരു ഒരു ഭയമൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. നല്ല ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മാർക്കറ്റ് വരുമ്പോൾ ട്രേഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ, ഇന്ന് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഡെയിലി ക്യാൻഡിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര വലിയൊരു ക്യാൻഡിലാണ് ഇന്ന് ക്രിയേറ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ലാസ്റ്റ് ക്യാൻഡിൽ ഈ കഴിഞ്ഞ ഒരു 5-6 മാസത്തെ ക്യാൻഡിലിനെ മൊത്തം എൻഗൾഫിങ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാൻഡിലാണ് ഇന്ന് ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ ഇത് ഇനി എങ്ങനെയായിരിക്കും, എന്തായാലും ഇന്നത്തെ പോലെ ഒരു സെല്ലിങ് നമുക്ക് ഇനി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിനെ ഒരു ചെറിയൊരു സെല്ലിങ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു റീട്രേസ്മെൻറ്റ് വന്ന് വീണ്ടും സെല്ലിങ് സൈഡ്, അങ്ങനെ മാർക്കറ്റ് ഒരു ഗവൺമെൻറ്റിൻ്റെ നീക്കങ്ങൾ അനുസരിച്ചായിട്ട് ആയിരിക്കും ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെല്ലിങ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഇനി കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഒരു സെല്ലിംഗ് സൈഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മാർക്കറ്റിൽ ഇനിയിപ്പം നമുക്ക് ഏതായാലും ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു എന്തൊക്കെ കാര്യങ്ങളാണ് അതിനനുസരിച്ച് വരുന്നതിനനുസരിച്ച് നമുക്ക് ട്രേഡൊക്കെ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ആഴ്ച എന്തായാലും നമുക്കൊരു ട്രേഡിംഗ് അനാലിസിസ് പോലെ, അല്ലെങ്കിൽ നാളത്തെ മാർക്കറ്റിൽ എങ്ങനെയാണ് ബെസ്റ്റ് ട്രേഡ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് നാളത്തെ മാർക്കറ്റിൽ എങ്ങനെയാണോ പ്രൈസ് ആക്ഷൻ നടക്കുന്നത് അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. നാളത്തെയും ഈ ആഴ്ച എന്തായിട്ടും ഒരു സെല്ലിംഗ് സൈഡ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ട്രേഡായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം മാർക്കറ്റ് ഇപ്പോൾ ഒരു ഇൻഡിസിഷൻ ആയിട്ടാണുള്ളത്. ഇനിയിപ്പം ഭരിക്കുന്നവർ ഇനിയുള്ള വേറെ പാർട്ടികളുമായിട്ട് വന്നൊരു കൊളീഷൻ ഉണ്ടാക്കുമ്പോൾ പല ഗവൺമെൻറ്റിൻ്റെ
തീരുമാനങ്ങളും അവരെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും എടുക്കേണ്ടി വരിക. മുമ്പത്തെ പോലെ ഒറ്റയ്ക്ക് ഒരു പാർട്ടി ഭരിക്കുമ്പോൾ മെജോറിറ്റി ഉണ്ടാകുമ്പോൾ അവർക്ക് ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ഈസി ആയിരിക്കും. പക്ഷേ ഇനിയുള്ള സമയങ്ങളിൽ മറ്റുള്ള പാർട്ടികളെ കുറിച്ച് അവരെടുക്കുന്ന ഡിസിഷനെ തീർച്ചയായിട്ടും സംതൃപ്തിപ്പെടുത്തേണ്ടി വരും. അതുപോലെ ഓപ്പോസിഷനും നല്ലൊരു സ്ട്രോങ് ആയിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് തന്നെ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു 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 മാറ്റം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് മാർക്കറ്റ് ഇനി മൂവ് ചെയ്യുക. നമുക്ക് എന്തായാലും മാർക്കറ്റിൻ്റെ ഓരോ നീക്കങ്ങളനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ ഇട്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്രമാത്രം പറയാനുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.